പോകാനൊക്കെ ഒരു സ്ഥലം. അപ്പൊ നമ്മൾ എന്തുണ്ടാകുന്ന എനിക്കൊരു പാർട്ടി പോകാനാണ്. നമ്മൾ വില്ലൻ പാത്ത് വന്നിട്ടായിരുന്നു കണ്ടിട്ടു പാത്ത് പോകാനാ വന്നേക്കുന്നത്. കാരണം കുറെ ആലോചന തീരണോ വേണ്ട അവസാനം ചിന്തിച്ചു. എനിക്ക് പറഞ്ഞ ആർക്കും വരരുത്. അത് കാരണം ഞാൻ വില്ലൻ പാത്ത് വിടാൻ തീരുമാനിച്ചു. അപ്പൊ ആ വില്ലൻ പാത്ത് എന്താണെന്ന് വെച്ചാൽ പെൻസിൽ. അപ്പൊ നമ്മളൊരു പെൻസിലാണ് വില്ലൻ എന്താ പാത്ത്. അതെല്ലാവർക്കും പെൻസിൽ എന്ത് ചെയ്യാനായിട്ടൊരു എഴുതാനുള്ള സാധനമല്ലേ. പക്ഷെ പെൻസിൽ വെച്ചാൽ നമ്മുടെ ഡെങ്കിനെക്കാട്ടിയും വലിയ വേദനിപ്പിക്കുന്ന സാധനമാണ് പെൻസിൽ. എനിക്ക് കഴിഞ്ഞ ഒക്ടോബറിലാണ് മനസ്സിലായത്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ പെൻസിൽ ഞാൻ സ്കൂളിലാക്കി ഇതാക്കി നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞ് എണീറ്റത്ത് മിസ്സിനോട് ക്വസ്റ്റ്യൻ പറഞ്ഞ് ഇരുന്നതാ. അപ്പൊ എൻ്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടൊക്കെ തന്നെയായിരുന്നു അവൻ്റെ ഭാഷ കേൾക്കും. പക്ഷെ എനിക്കത് അപ്പൊ അവൻ പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരുന്നു. അതെന്റെ പർച്ചേസ് ഞാൻ കയറി ഇരുന്നത്. എന്റെ പർച്ചേസിൽ അത് കയറി അന്ന് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അന്ന് കുഴപ്പമൊന്നുണ്ടായില്ല. അന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി അതൊന്ന് എടുത്ത് കഴിഞ്ഞ് മിസ്സുമാരവണ വേണ്ടൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റിക്കവർ ചെയ്ത് കുറച്ച് ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അത് കുറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അതിങ്ങനെ പറ്റിയത് അതിനകത്തുനിന്ന് പസ് വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഇങ്ങനെ വന്നത് അതിൻ്റെ ഉള്ളിൽ ഇനിയും അന്ന് ഞങ്ങൾ വെള്ളമായിട്ടുള്ളതാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഇനിയും എൻ്റെ തരികളുണ്ട്, ലെഡിൻ്റെ തരികളുണ്ട്. അതാണ് ഇങ്ങനെ മറ്റേ പദ്ധതി വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു സർജറി ആണെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു സർജറി ഒരു ദിവസം അഡ്മിറ്റ് ആക്കിയിട്ട് സർജറി ഒക്കെ കഴിഞ്ഞു. സർജറി ഇപ്പൊ എന്താ പറയാ വേദന എന്താണെന്ന് വെച്ചാൽ വേദന ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനത്തെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോ എനിക്കെല്ലാം ഓക്കെ. പക്ഷെ സർജറി കഴിഞ്ഞപ്പോ എനിക്ക് എന്താ പറയാ അന്ന് എനിക്ക് ടോയ്ലറ്റിലൊക്കെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കുറച്ചല്ല ടോയ്ലറ്റ് എനിക്ക് ഇതൊക്കെ ഉണ്ടായി. കാരണം തന്നെ ഞാനിപ്പോ ടോയ്ലറ്റിൽ പോകാനും പിന്നെ എണീറ്റ് നടക്കാനും ഇരിക്കാനും ഒന്നും എനിക്ക് അന്നൊത്ത് പറ്റുണ്ടായില്ല. ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് ആ പുള്ളി ഒന്നില്ലെങ്കിൽ കിടക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ ഇരിക്കും. അതായിരുന്നു. പിന്നെ അത് തന്നെ ഞാൻ റിക്കവറായി ഇപ്പോഴും ഓക്കെയാണ്. അത് പറയാനാണ് ഇപ്പൊ ഞാൻ അന്നത്തെ അത്ര നീതിക്കൊണ്ട് കൊള്ളാം. കാരണം പറഞ്ഞാൽ തീരൂല. അതിപ്പോ പറഞ്ഞാൽ തീരാത്തോണ്ടാണ് ഞാനിപ്പോ ഒരു ഷോർട്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതാണ് എന്റെ ട്രെൻഡ്. ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെ ഈ 2024 വരെ എനിക്ക് ഒക്ടോബർ ആകെ ഇതാക്കിയത് ഇതായിരുന്നു. അത് അധികം അന്നും എനിക്ക് ഭയങ്കര വേദന. പക്ഷെ അതൊന്നും ഇതാക്കാനല്ല. അതാണ് ഞാൻ ചെയ്യേണ്ടത് വിചാരിച്ചതാണ്. അപ്പൊ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നും ആർക്കും വരരുത്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ എനിക്കൊരു അത്രയും വേദനയാണ് അനുഭവിച്ചത്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ. ഞാനിപ്പോ ചെയ്യണ്ടെന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വന്നോട്ടിന് അവൻ തന്നെയല്ല ഇനി വേറൊരു ആൾക്കാരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത്. അതിനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്തത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഒരു മിനിറ്റ് ഞാൻ ഗൈസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു 3-4 ദിവസമൊക്കെ ഞാൻ ഭയങ്കര നേരമായിരിക്കും പെയിനും ആ വയ്യായിക്കൊക്കെ വന്നത്. പക്ഷെ ഡോക്ടർ ഒരു 4 അല്ലെങ്കിൽ മറ്റന്നാൾ പോകണമെന്ന് പറയുമ്പോൾ ദിവസം എനിക്ക് ഭയങ്കര ആക്റ്റീവ് എന്ന് വെച്ചാൽ ഞാൻ അത്രയും ദിവസം അതൊക്കെ മാറി ഞാൻ പിന്നെ വീട്ടൊക്കെ പിന്നെ കാണുമ്പോൾ ആ ഒരു സന്തോഷം ഇതൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ഭയങ്കര ആക്റ്റീവായിരിക്കും. ആ ഒരു വീഡിയോ ഞാൻ എടുത്ത ഒരു ഷെയർ നിങ്ങൾക്ക് കൂടെ കാണിക്കാൻ വേണ്ടി അത് ഉടനെ വന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. കാടിറങ്ങി ഓടി വരും ഒരു മൂടനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴിവാ അമ്പുകൊണ്ട് കൊമ്പു കുതരണ പമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത്രമൊരു ഞൊടിതാ വേതാളക്കഥയറിയാം, പാതാളച്ചുഴിയറിയാം, വില്ലാളിക്കളിയറിയാം, വീരാളിപ്പട്ടറിയാം. ആരാച്ചാരായാലും ആകാശം കാണൂല, അങ്ങാടി ചെന്നാലും അമ്മമ്മെ കാണൂല. ഇക്കളി ദിക്കളി പുതിയൊരു പുലികളി കൊടുകൊടു ചടുകൊടു എടുപിടി പടവലിയാ കാടിറങ്ങി ഓടി വരും ഒരു മൂടനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി